ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു രാത്രി കാട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ നമുക്കുണ്ടായ കുറേ അനുഭവങ്ങൾ, ഭയങ്ങൾ. ഒരു ഫാമിലിയായിട്ട് കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഓരോ നിമിഷവും അത് കയറിപ്പോവുകയും ചെയ്തു. എന്നാൽ അപകടകരമാകുന്ന ഒരു ലൊക്കേഷനിലേക്ക് പോയി. വേറെ എവിടെയല്ല, വാൽപ്പാറ വഴിയുള്ള റൂട്ട്, വാൽപ്പാറയല്ല മലക്കപ്പാറ വഴി നേരെ ആതിരപ്പള്ളിക്കുള്ള തിരിച്ചുള്ള റൂട്ടിലൂടെ നമ്മൾ വന്നപ്പോൾ വൈകിപ്പോയി. നമ്മളവിടെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തപ്പോൾ 6 മണി, 5:45 അപ്പോൾ കാടിനകത്തേക്ക് പ്രവേശിച്ചപ്പം നമുക്കുണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ ഇതിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം മിഡിൽ ക്ലാസ് ഫാമിലിയായിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് ആദ്യം എത്തുകയുള്ളൂ. അപ്പം അതും മറക്കരുത്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. കാടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്തോറും കാടിൻ്റെ സ്വഭാവത്തിൽ വളരെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. ഈ കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഒരു കാടാണ് ഈ പറയുന്ന ആതിരപ്പള്ളി തൊട്ട് മലക്കപ്പാറ വഴിയുള്ള ഒരു ഫോറസ്റ്റ്. അപ്പം അതിൻ്റെ ഒരു പേടിയും ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. കാരണം രാത്രിയിലെ യാത്ര നമ്മൾ ആദ്യമായിട്ടാണ് കാട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെക്ക് പോസ്റ്റ് ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും. ബൈക്കിനും കാര്യങ്ങൾക്കൊക്കെ ഓപ്പണിംഗ് ടൈം ഏകദേശം ഒരു 7 മണി 6 മണിയോടുകൂടി ബൈക്കിനും കാറിനും എല്ലാം ഓപ്പണിംഗ് ടൈമാണ്. പക്ഷേ ക്ലോസിംഗ് ടൈം വരുന്നത് തിരിച്ച് മലക്കപ്പാറയും വാൽപ്പാറയിൽ നിന്ന് 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബൈക്കിനെ കയറ്റി വിടില്ല, പകരം കാറിനെ കയറ്റി വിടും. കാറിനെ 6 മണി കഴിഞ്ഞാൽ പിന്നെ കാറിനെയും കയറ്റി വിടില്ല. എന്തായാലും നമ്മൾ കാട്ടിലേക്ക് കയറിയപ്പോഴേക്കും ഇരുട്ട് വീണ് തുടങ്ങി. ഇരുട്ട് വീഴുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു ഫ്രണ്ടിലൊരു വണ്ടിയൊക്കെ ഉണ്ട് എന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു ആദ്യം നമ്മൾ കയറിപ്പോയത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഓൾറെഡി ഒരു സ്ഥലത്ത് നിർത്തി. പിന്നെ അധികം രാത്രി ആവണ്ട, അല്ലെങ്കിൽ അടുത്ത ഒത്തിരി ഇരുട്ടിലേക്ക് പോകണ്ട എന്നുള്ളൊരു കാരണത്തിൽ കൊണ്ട് ഞങ്ങളവിടെ അത് വേറൊരു കാര്യം. അതുകൊണ്ട് മാത്രമല്ല, വേറൊരു കാര്യങ്ങളുണ്ട്. 2 മണിക്കൂറാണ് നമുക്ക് ഈ കാട്ടിലേക്ക് തന്നേക്കുന്ന ടൈം. ഈ 2 മണിക്കൂർ അപ്പുറം ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞതിന് മുമ്പായിട്ട് നമുക്ക് അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് എത്തുകയും നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഏത് ചെക്ക് പോസ്റ്റിൽ നിന്നാണ്, ഒന്നെങ്കിൽ ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് അല്ലെങ്കിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറുമ്പം അവർ തരുന്നൊരു സ്ലിപ്പുണ്ട്, ഒരു ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് നമുക്ക് അടുത്തുള്ള ചെക്ക് പോസ്റ്റ് കാണിച്ചാൽ മാത്രമേ നമുക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഫൈൻ കാര്യങ്ങളുമായിട്ട് വരും താമസിച്ച് കഴിഞ്ഞാൽ. കൂടാതെ അവിടെ എൻട്രി ചെയ്യാൻ നമുക്ക് പോകാനും പറ്റില്ല. ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിക്കകത്തായാലും നമ്മുടെ കയ്യിൽ എങ്ങനെയായാലും നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ അങ്ങോട്ട് അലൗഡ് അല്ല. അത് അവർ ഫുള്ള് ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം നമ്മുടെ വണ്ടിയിൽ ചെക്ക് ചെയ്യും. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ ഇപ്പം നമ്മൾ കുടിച്ചിട്ട് ഇപ്പം ഒരു കുപ്പിയും വെള്ളം കൊണ്ടുപോയിട്ട് അത് നമ്മൾ ഓൾറെഡി അവിടെ അവർ ചെക്ക് ചെയ്ത് ഒരു സ്ലിപ്പ് ഒട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് മലക്കപ്പാറ എത്തുമ്പോഴും ആ സംഭവം അത് വേണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി പ്ലാസ്റ്റിക് സാധനങ്ങളായിട്ട് വരല്. അത് പിന്നെ അല്ലെങ്കിൽ അത് അത്യാവശ്യമുള്ള കുപ്പിയും കാര്യങ്ങളൊക്കെ അവർ തന്നെ അത് മേടിച്ച് വെക്കും. അതിപ്പോൾ കാലിക്കുപ്പിയോ പ്ലാസ്റ്റിക് കവറുകളോ അങ്ങനെയൊന്നും അലൗഡല്ല. സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ്, അതായത് ഇരുട്ട് വീഴുന്നതിന് മുമ്പ് കാട് വളരെ സുന്ദരിയാണ്. പക്ഷേ കാടിൻ്റെ അകത്ത് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ കാടിനെ പോലെ ഭയക്കുന്ന മറ്റൊന്നുമില്ലെന്ന് തന്നെ നമുക്ക് പറയണം. അതുപോലെ നമ്മൾ ഭയപ്പെടുന്ന മറ്റൊരു കാഴ്ചയാണ്. അപ്പം ഇരുട്ട് വീണ് കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്ക്.
അങ്ങനെ കാടിൻ്റെ ഇരുട്ട് വീണോടത്തോടുകൂടി കളവും മാറി. ഒരു രക്ഷയില്ല. നമ്മുടെ ഉള്ളിൽ അത്യാവശ്യം നല്ല പേടി ഉണ്ടായിട്ടുണ്ട്. വേറൊന്നുമല്ല, ആന ഇറങ്ങുന്ന കാട്, അതായത് ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആനയുടെ സാന്ദ്രത കൂടിയ ഭാഗമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആനയുമായി നേരിട്ട് കാണേണ്ടിയും വന്നു. അത് എവിടെ വെച്ചാണെന്നറിയോ? നമ്മുടെ ആതിരപ്പള്ളിയിൽ നിന്ന് എൻ്റെ സിൽവർ സ്ട്രോമിൻ്റെ റൂട്ടിൽ വന്നു. അതായത് സിൽവർ സ്ട്രോം എത്തി അതിൻ്റെ ഓപ്പോസിറ്റ് കയറി ഇറക്കുന്ന റോഡുണ്ട്. ആ റോഡിലെല്ലാം ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് നേരെ കയറി അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഏഴാറ്റുമുഖം ഏഴാറ്റുമുഖം കൊമ്പൻ എന്ന് കേട്ടിട്ടില്ല? ഏഴാറ്റുമുഖം സ്ഥലമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് തോന്നുന്നു. എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതാണ് ലൊക്കേഷൻ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് 2 മോഴയാന ഉണ്ടായിരുന്നു. ഒരു മോഴയാന കയറിപ്പോയിട്ട് ബാക്കി ഒരു മോഴയാന റോഡിൽ നിന്ന് ഇതെടുക്കുകയായിരുന്നു. അപ്പോഴേക്കും നമുക്കത് റോഡിൻ്റെ തൊട്ട് സൈഡായിരുന്നു. പെട്ടെന്ന് കണ്ടത് നമുക്ക് ആ വീഡിയോ, ഇപ്പം മൊബൈൽ എടുക്കുന്ന വീഡിയോ, ഇപ്പോൾ വൈഫ് സൈഡിൽ ഇരുന്ന് മൊബൈൽ എടുക്കുവാണ് ഈ വീഡിയോ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എടുക്കാൻ പറ്റുന്നൊരിതല്ലായിരുന്നു. പിന്നെ ആകെപ്പാടെ ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് വന്ന ഒരു വണ്ടിയാണ് നമുക്കൊരു ആശ്വാസമായത്. അതും അങ്ങോട്ട് പോയപ്പം ഓൾറെഡി ആ ലൊക്കേഷനൊക്കെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം സിൽവർ സ്റ്റോമും അവിടെയുള്ള ചെറിയ കടകളൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ആശ്വാസമായിരുന്നു. ഇനിയും കുഴപ്പമൊന്നുമില്ല, കാടെല്ലാം കഴിഞ്ഞു, ഇനിയും ചെറിയ രീതിയിലുള്ള കാടേ ഉള്ളത്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ കൊടുങ്കാട്ടിലൊന്നും അല്ല നേരിടേണ്ടി വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങി ആ ഒരു ചെറിയ പനയൊക്കെ നിൽക്കുന്ന ഭാഗത്തെത്തിയപ്പോൾ ഈ പന ഇടിച്ചിട്ടിട്ട് തിന്നാനായിട്ട് വന്ന ആനക്കൂട്ടങ്ങളായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോറസ്റ്റ് ഗാർഡോ ആരാണെന്നറിയില്ല, പുള്ളി അവിടെ നിന്ന് വന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് വിട്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളെ ദൂരെ നിന്ന് തന്നെ പെട്ടെന്ന് ഇതാക്കി പറഞ്ഞ് വിടുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ആ ഒരു മാനസികാവസ്ഥയിൽ എടുക്കാൻ പറ്റില്ല. കാരണം 2 കുഞ്ഞുങ്ങൾ, ഒരു വായിച്ച വൈഫ് ഇങ്ങനെ കൂടിയിരിക്കുന്നു. അപ്പം മൊത്തത്തിൽ ആ ഒരു തൊട്ടടുത്താനെ കണ്ടപ്പോഴേക്കും ടെൻഷനായിപ്പോയിരുന്നില്ല. കൂറ്റാക്കൂരിയിട്ട് ഇത് എവിടെ നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ വന്ന് തൊട്ടടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ തന്നെ പാസ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് പോകുമായിരുന്നു ഇത്. അപ്പോഴും എനിക്ക് കാട്ടിൽ കയറുന്ന എല്ലാ സഞ്ചാരികളോടും ഒരു കാര്യം പറയാനുള്ളൂ. ഒന്ന്, നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നത് വലിയൊരു അബദ്ധം തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് അനുഭവത്തിലൂടെ തന്നെ എനിക്ക് മനസ്സിലായി. 2, ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര മനോധൈര്യവും കാര്യങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊരു ചിന്തയുണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ആരും രാത്രിയിൽ കാട്ടിലൂടെ സഞ്ചരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം കാടിൻ്റെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാടിൻ്റെ സ്വഭാവം അവിടെ ആദ്യം വളരെ വെളിച്ചമൊക്കെ കിട്ടുമ്പോൾ വളരെ മനോഹരമായി നിൽക്കുന്ന ആ കാടിൻ്റെ സൗന്ദര്യം നമ്മളെ എന്താ പറയുക, കൊതിപ്പിക്കുന്ന സൗന്ദര്യമായിട്ട് പച്ചപ്പടിച്ച് നിൽക്കുന്ന കാടല്ല. ഇരുട്ടായി കഴിയുമ്പം എന്താണ് അടുത്ത് വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അത് വലിയ അപകടത്തിലേക്ക് തിരിക്കുമ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ 2-3 വട്ടം ഈ റൂട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവിടെ ബ്ലോക്കായി, റോഡ് കുറച്ച് പണിയുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു കുറച്ച് നേരം നമ്മൾ ഭയങ്കര സ്ലോയിൽ വണ്ടി ഓടിക്കണം. ആ സമയത്ത് ഓൾറെഡി ഇത് ആനയോ വല്ലതും ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട്. കാരണം അടുക്കിന് വണ്ടി സ്ലോ ആയി പോകുന്നു. അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന നേരത്താണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിൽ പോലും സ്പീഡ് വിടാൻ പറ്റത്തില്ല. റോഡ് അത്രയ്ക്കും മോശം. അപ്പം ആ ഒരു സിറ്റുവേഷൻ കൂടെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് പിന്നീട് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് കേട്ടോ. ഇനിയും എൻ്റെ സംശയം തന്നെ പലർക്കും ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. ഞാൻ ഈ ബന്ദിപ്പൂർ, അതേപോലെ തന്നെ മസനഗുഡി, നാഗർഹോളൊക്കെ പോയപ്പോഴും ഈ പുല്ല് തിന്നാനായിട്ട് ഇഷ്ടം പോലെ മാനുകൾ, അതേപോലെ തന്നെ കേഴമാനം എന്തോ അതിന് പറയുക, അത് അങ്ങനെയുള്ള ഒത്തിരി സാമ്പാർ ഡിയർ, അതൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഉൾക്കാട്ടിലോ കാടിൻ്റെ സൈഡിലോ ഒന്നും ഞാൻ ഒരു മാനിനെ പോലും കണ്ടില്ല എന്ന് പറയുന്നതാണ് മറ്റൊരു വാസ്തവം. കാരണം അതെനിക്കൊരു ഡൗട്ടായിപ്പോയി. ഇത്രയും വലിയ കാടിൻ്റെ അകത്ത് അവിടെ അത്ര ഇങ്ങനെ തെളിഞ്ഞ് കിടന്നിട്ട് പോലും ഇഷ്ടംപോലെ മാനും മയിലും ഒക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ ഇവിടെ എന്തുകൊണ്ടില്ല. ഇവിടെ പക്ഷേ ആനയുടെ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആന ഇഷ്ടം പോലെ നമുക്ക് കാണാം. അവിടെ ആനയെ കാണാം. ആനയും കാണാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചാൻസും കാര്യങ്ങളല്ല, ഇഷ്ടംപോലെ ആനകളെ നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് ഇതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ആനയുടെ സാധ്യത ഭയങ്കര കൂടുതലായിട്ട് ആനയെ 100% നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഇത് റോഡിൻ്റെ നടുക്ക് വട്ടം നിന്ന് കഴിഞ്ഞാൽ മാറത്തുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ സിറ്റുവേഷൻ ഈ മാനുകളെ ഒന്നും കാണുന്നേയില്ല. പിന്നെ കാട്ടുപോത്തിനെ കണ്ടിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഒരു വട്ടം ഈ റൂട്ട് പോയപ്പോഴത്തേക്ക് കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അല്ലാതെ മാനുകളെയൊന്നും ഞാനില്ല. മെയിനായിട്ടുള്ളത് ഈ ആന, കാട്ടുപോത്ത്, അങ്ങനെയുള്ള വലിയ ജീവികളെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ ജീവികളെയൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും ഈ രാത്രിയിൽ ഈ കാട്ടിൽ പെട്ടുപോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വൻ പ്രശ്നം തന്നെയാണ് കേട്ടോ. എന്തായാലും ശ്വാസം പിടിച്ച് വണ്ടി ഓടിച്ച് ഒരു സന്ധ്യ മയങ്ങുമ്പോൾ തൊട്ടേ നമുക്ക് ആ പടം മൊത്തത്തിൽ പ്രശ്നമാണ്. ഇരുട്ട് അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക്
കൂരിരുട്ടാവുള്ളൂ. ചില ഭാഗങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വെട്ടം പോലും കിട്ടത്തില്ല. പിന്നെ ഓടി തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചില മരങ്ങൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ അത്യാവശ്യം കുറച്ച് വെട്ടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തന്നെ കൂറ്റാക്കൂര്, അത് ശരിക്കും രാത്രിയായി. ഇതൊരു 7 മണി 6 മണി 5:45 6 മണി ആയപ്പോഴാണ് നമ്മൾ അവിടുന്ന് കയറിയത്. ഒരു 7-7:30 ആയി. 8 മണിക്കുള്ളിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങുകയും വേണം. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കാണുന്ന ഈ ഫോറസ്റ്റിൻ്റെ ഒരു സംഭവം. ഈ ഒരു സംഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ശ്വാസം പിടിച്ചിരുന്നാണ് അവിടുന്ന് വണ്ടി എടുത്ത് അവിടുന്ന് ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ സ്റ്റോം വരെ പോയെന്ന് വേണം, സിൽവർ സ്റ്റോമിൻ്റെ അവിടം വരെ എത്തിയതെന്ന് വേണം പറയാനായിട്ട്. പക്ഷേ സിൽവർ സ്റ്റോമിൻ്റെ അവിടം വരെ എത്തിയിട്ട് നമുക്കുള്ളൊരു സിറ്റുവേഷൻ, സിൽവർ സ്റ്റോം കിട്ടിയപ്പോൾ നമുക്ക് ആശ്വാസമായോ, ഓക്കെ അവിടെയൊക്കെ നാടൊക്കെ തുടങ്ങി, വീടുകളൊക്കെ തുടങ്ങി എന്നുള്ളൊരു ആശ്വാസമായി. പക്ഷേ അവിടുന്ന് പോയപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ആനിമൽ സൈറ്റിങ് നമുക്ക് കിട്ടിയതും. ആന വന്ന് പെട്ടത് അവിടെ വെച്ചാണ്. അവിടെ എല്ലാം പനകളുണ്ട്, എണ്ണപ്പന, എന്നിട്ട് നമ്മുടെ പാം ഓയിൽ ഉണ്ടാക്കുന്ന എടുക്കാനുള്ള ഇതുള്ളതിൻ്റെ പനയുണ്ട്. അപ്പോൾ ആ പന തിന്നാനായിട്ട്, പനയുടെ ഇത് തിന്നാനായിട്ട്, ഓലയും കാര്യങ്ങളൊക്കെ തിന്നാനായിട്ട് ആനക്കൂട്ടങ്ങൾ അവിടെ വരും. അത് മാത്രമല്ല അതിൻ്റെ താഴെ കൂടെ നല്ലൊരു നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാലക്കുടിയിലെ നദി, അപ്പോൾ ആ ഒരു നദിയിൽ നിന്നും വെള്ളം കുടിക്കാനായിട്ടും ആനകൾ ഇഷ്ടം പോലെ ആ ഒരു ഏരിയയിൽ വരും. അപ്പം ഞങ്ങൾ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി കാട്ടിനുള്ളിൽ പെട്ടുപോയ നമ്മുടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള റൂട്ടുകൾ മൊത്തം നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ കൂടാതെ ബെല്ലൈക്കനൂടെ ക്ലിക്ക് ചെയ്യണേ. നമ്മൾ ഇനി ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടും പുതിയ സ്ഥലത്തിനെ പറ്റിയുള്ള ഇൻഫർമേഷനുകളും കൃത്യമായിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുകൂടാതെ നമ്മൾ ഇതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് നമ്മൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ബാലൻസിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പം നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ.